നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഹരിപ്പാട് തെരുവുനായയുടെ ആക്രമണത്തിൽ പേവിഷബാധയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവം ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് ആരോപണം. തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്ന് സൈക്കിൾ യാത്രക്കാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തെരുവുനായ 8 വയസ്സുള്ള ദേവനാരായണനെ ആക്രമിച്ചത്. അരൂരിലെ വാഹനാപകടം മനഃപൂർവ്വം കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് കണ്ടെത്തൽ. അരൂക്കുറ്റി സ്വദേശികളായ 2 യുവാക്കൾ റിമാൻഡിലായി. മാമ്പുഴക്കരിയിൽ വയോധികൻ ആറ്റിൽ വീണ് മരിച്ചു. കൊമരത്തുശ്ശേരി 89 വയസ്സുള്ള പുരുഷോത്തമനാണ് മരിച്ചത്. ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതി 8ാം വർഷത്തിലേക്ക്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉച്ചഭക്ഷണ വിതരണം ആരംഭിച്ചത് 2017. ജൂൺ 3 വാർഷിക പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ. കഞ്ഞിക്കുഴിയിലെ സ്മാർട്ട് അംഗൻവാടി ശ്രദ്ധേയമാകുന്നു. എയർ കണ്ടീഷൻ ചെയ്ത അംഗൻവാടിയിൽ സജ്ജമാക്കിയ കുട്ടി ലൈബ്രറിയും കുരുന്നുകൾക്ക് വേറിട്ട അനുഭവം. വാർത്തകൾ വിശദമായി. ഹരിപ്പാട് തെരുവുനായയുടെ ആക്രമണത്തിൽ വിഷബാധയേറ്റ 8 വയസ്സുകാരൻ മരണപ്പെട്ട സംഭവം ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് ആരോപണം. തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്ന് സൈക്കിൾ യാത്രക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് തെരുവുനായ ദേവനാരായണൻ എന്ന 8 വയസ്സുകാരനെ ആക്രമിച്ചത്. ഹരിപ്പാട് കോട്ടയ്ക്കകം കാഞ്ഞിരപ്പറമ്പത്ത് ദീപു രാധിക ദമ്പതികളുടെ മകൻ 9 വയസ്സുകാരൻ ദേവനാരായണനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം ഓടയിൽ വീണ കുട്ടിക്ക് പരിക്കേറ്റിരുന്നു. തെരുവുനായയെ കണ്ട് പേടിച്ച് ഓടുമ്പോഴായിരുന്നു ഓടയിൽ വീണത്. നായയുടെ നഖം കൊണ്ട് ശരീരത്തിൽ പോറലും ഏറ്റിരുന്നു. ഇക്കാര്യം വീട്ടിൽ പറഞ്ഞിരുന്നില്ല. വീഴ്ചയിലുണ്ടായ മുറിവുകൾക്ക് താലൂക്ക് ആശുപത്രിയിൽ പോയി മരുന്നും വച്ചിരുന്നു. നായ ആക്രമിച്ചതായി ആശുപത്രിയിലും അറിയിച്ചില്ല എന്ന് അറിയുന്നു. കഴിഞ്ഞ ദിവസം അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിലും അവിടെ നിന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ദേവനാരായണൻ മരിച്ചു. സംഭവിച്ചത് കുഞ്ഞിന് ഈ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ തന്നെയാണോ? ഇത്തരത്തിൽ തന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞത് പട്ടി കടിച്ചതല്ല, കുഞ്ഞ് കല്ലേ വീണ് ചതഞ്ഞതാ. അതുകൊണ്ട് ഓയിൽമെൻറ്റും തന്നും മുറിവ് എല്ലാം ക്ലീൻ ചെയ്ത് വിട്ടു. പിറ്റേ ദിവസം രാവിലെയും കൊണ്ടുവന്നപ്പോൾ ഒരു മുതിർന്ന ഡോക്ടറായിരുന്നു. പുള്ളിയെ കാണിച്ചപ്പോഴും പുള്ളി ഇത് തന്നെയാണ് പറഞ്ഞത്. അവരുടെ ഭാഗത്തു നിന്നും വന്ന വീഴ്ചയാണ് 8 വയസ്സുള്ള എൻ്റെ ചെറുമകൻ ഇന്ന് ഈ ദാരുണാന്ത്യം സംഭവിച്ചത്. അതുകൊണ്ട് അവർ ഒരു TT എടുക്കുവോ അല്ലെങ്കിൽ ഒരു വാക്സിൻ എടുക്കുകയോ ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിക്കുവോ, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന എവിടെങ്കിലും അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഉള്ളിടത്തോട്ട് ഞങ്ങളെ പറഞ്ഞു വിടുകയോ ചെയ്യാതിരുന്നതിൻ്റെ ഫലമാണ് ഇന്ന് എൻ്റെ കുഞ്ഞിന് ഇത് പറ്റിയത്. മുല്ലക്കര LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവനാരായണൻ. മുൻപ് ഈ നായയുടെ കടിയേറ്റ് പശുവിനും പരിക്കേറ്റിട്ടുണ്ട്. അരൂരിലെ വാഹനാപകടം മനഃപൂർവ്വം കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമമെന്ന് കണ്ടെത്തൽ. അരൂക്കുറ്റി സ്വദേശികളായ 2 യുവാക്കൾ റിമാൻഡിലായി. മുൻ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്നും കണ്ടെത്തൽ. അരൂക്കുറ്റി സ്വദേശികളായ ദീപു സത്യൻ, വൈശാഖ് എന്നിവരെയാണ് അരൂർ പോലീസ് പിടികൂടിയത്. 17 രാത്രി 11 അരൂരിലെ ബാർ ജീവനക്കാരനായ കോട്ടയം സ്വദേശിയായ ശ്രീജിത്ത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ റോഡരികിൽ നിൽക്കുമ്പോൾ കാർ ഇടിപ്പിച്ച് തെറിപ്പിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകർ പോലീസിന് മൊഴി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പരിക്കേറ്റ ശ്രീജിത്ത് ഗുരുതരാവസ്ഥയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം അരൂക്കുറ്റിയിൽ ഒളിപ്പിച്ചിരുന്ന കാറും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 1 വർഷം മുമ്പ് ദീപു ഉൾപ്പെട്ട സംഘവും ജീവനക്കാരും തമ്മിൽ ബാറിൽ വെച്ച് സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ കാർ ഇടിപ്പിച്ചതാകാമെന്നാണ് പോലീസ് നിഗമനം. ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മാമ്പുഴക്കരിയിൽ വയോധികൻ ആറ്റിൽ വീണ് മരിച്ചു. കൊമരത്തുശ്ശേരി 89 വയസ്സുള്ള പുരുഷോത്തമന്റെ മൃതദേഹമാണ് ആറ്റിൽ നിന്ന് കണ്ടെടുത്തത്. മാമ്പുഴക്കരിയിൽ വയോധികൻ ആറ്റിൽ വീണ് മരിച്ചു. കൊമരത്തുശ്ശേരി 89 വയസ്സുള്ള പുരുഷോത്തമനാണ് മരിച്ചത്. വീടിൻ്റെ മുമ്പിലുള്ള ആറ്റിൽ വീണാണ് മരണപ്പെട്ടത്. പുലർച്ചെ മുതൽ പുരുഷോത്തമനെ കാണാനില്ലായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഉച്ചകഴിഞ്ഞ് 3:30 മണിയോടെ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്.
ഞങ്ങളെ രാവിലെ 6 മണി മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കുമ്പോഴാണ് ഇവിടുന്ന് ആൾ വരുന്നത്. മിത്രക്കേരിക്കാർ ഇന്ന കണക്ക് ഈ ഒതുക്കുവലക്കാർ ഉണ്ട് എന്നും പറഞ്ഞാണ് എൻ്റെ വീട്ടിൽ ആളുകൾ വരുന്നത്. അത് അന്നേരപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിൽ സഹകരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ഞങ്ങൾ കൂട്ടുവേലയ്ക്ക് പോകുന്ന ആളുകളുമായിട്ട് അവരെ എല്ലാം വിളിച്ച് കൂട്ടിക്കൊണ്ട് വന്ന് ഞങ്ങളുടെ വലയും കാര്യങ്ങളുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഫയർഫോഴ്സുകാരും അവരും എല്ലാം കൂടെ ഇത് തപ്പുന്നുണ്ടായിരുന്നു. ആ തപ്പുന്ന ഇടയ്ക്ക് അവർക്ക് അത് കിട്ടിയിട്ടില്ല. ഞങ്ങൾ 4 വല വലിച്ച് 5ാമത്തെ വല ഞങ്ങൾ വലിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പാലത്തിൻ്റെ കാലയിൽ ഏതൊരു 3-3:30 ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പാലത്തിൻ്റെ 2ാം കാലയിൽ നിന്ന് ഞാൻ നേരെ അവിടെ മുങ്ങി ചെല്ലുമ്പം എനിക്ക് ബോഡി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. നടക്കാൻ പ്രയാസമുള്ള ആൾ എങ്ങനെ ആറ്റിൽ വീണു എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് 10ാം വാർഡ് മെമ്പർ അജയ് ഘോഷ് പറഞ്ഞു. പുള്ളി 85 വയസ്സുണ്ട്. തനിയെ നടക്കാനൊന്നും ബുദ്ധിമുട്ടുള്ള ആളാണ്. 4 മണി വരെ വീട്ടിലുണ്ടായിരുന്നാണ് വീട്ടുകാർ പറയുന്നത്. അത് കഴിഞ്ഞ് നോക്കിയിട്ട് കാണുന്നില്ല. വെള്ളത്തിൽ പോയെന്നുള്ള സംശയമാണ്. അതിനാണ് ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാവരും കൂടി പോലീസും എല്ലാം കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. എന്തായിരുന്നാലും പുള്ളി തീരെ അവശനാണ്. പ്രായത്തിൻ്റെ അവശതയാണ്. പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതി 8ാം വയസ്സിലേക്ക്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉച്ചഭക്ഷണ വിതരണം ആരംഭിച്ചത് 2017. 64 ലക്ഷത്തോളം പൊതിച്ചോറുകൾ ഇതേവരെ വിതരണം ചെയ്തു. ജൂൺ 3-ന് വാർഷിക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 7 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. വയറെറിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് 2017 ജൂൺ മാസം 3-ാം തീയതി ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കോവിഡും വലിയ പ്രളയവും ഉണ്ടായപ്പോൾ തടസ്സം കൂടാതെയാണ് ഈ 7 വർഷക്കാലം ഭക്ഷണപ്പൊതി മുടക്കം കൂടാതെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനകത്ത് ഡിവൈഎഫ്ഐ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജില്ലയിലെ 156 മേഖലാ കമ്മിറ്റികളിൽ നിന്ന് ഒരു ദിവസം ഒരു മേഖലാ കമ്മിറ്റി എന്ന നിലയിലാണ് 2500-ലധികം വരുന്ന ഭക്ഷണപ്പൊതികൾ സമാഹരിച്ച് ഈ 7 വർഷക്കാലമായും ഈ പദ്ധതി വിജയകരമായി നടത്തി വരുന്നത്. 7 വർഷക്കാലം കൊണ്ട് 2555 ദിവസങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത്. 2555 ദിവസങ്ങളിലായി 63,87,500 ഭക്ഷണപ്പൊതികളാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനകത്ത് വിതരണം ചെയ്തിട്ടുള്ളത്. ഇത്ര ജനകീയമായി ഇങ്ങനൊരു ഭക്ഷണപ്പൊതി വിതരണം നടത്താൻ കഴിയുന്നത് ഡിവൈഎഫ്ഐ എന്ന സംഘടനയ്ക്ക് മാത്രമാണ്. ഭക്ഷണപ്പൊതി വിതരണം മാത്രമല്ല, ഇപ്പോൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിനും ആലപ്പുഴ ജില്ലയിൽ ഡിവൈഎഫ്ഐ തുടക്കം കുറിച്ചിട്ടുണ്ട്. മെയ് മാസം 26-ാം തീയതി ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും ശുചീകരിക്കുന്ന നേതൃത്വം കൊടുത്ത് ശുചീകരണ ദിവസമായി ജില്ലാ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതി 7 വർഷം പിന്നിടുന്നു. 2017-ലാണ് ജില്ലാ കമ്മിറ്റി ഈ പദ്ധതി ആരംഭിച്ചത്. 2555 ദിവസങ്ങളിലായി 63,87,500 ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. 2500 ഭക്ഷണപ്പൊതികൾ ദിവസം തോറും വിതരണം ചെയ്യുന്നു. എല്ലാ ദിവസവും മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപായി ഭക്ഷണം മെഡിക്കൽ കോളേജിൽ എത്തിക്കും. പ്രവർത്തകർ രക്തദാനവും നടത്തും. പ്രളയം, കോവിഡ്, കാലവർഷക്കെടുതികൾ തുടങ്ങിയ പ്രതികൂലമായ സാഹചര്യങ്ങളിലും ഒരു ദിവസം പോലും മുടങ്ങാതെ ഭക്ഷണം വിതരണം ചെയ്യാൻ കഴിഞ്ഞുവെന്ന് നേതാക്കൾ പറഞ്ഞു. ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി ഒരു ദിവസം കുറഞ്ഞത് 10 പേരെങ്കിലും രക്തം ദാനം ചെയ്യണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടനയ്ക്കുള്ള അവാർഡ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്കാണ് തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. അധ്യയന വർഷം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഇതിനകം ജില്ലയിലെ 107 സ്കൂളുകൾ യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ ശുചിയാക്കി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും മഴക്കെടുതിയുടെ ഭാഗമായുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തു. ജില്ലയിലെ 663 യൂണിറ്റുകളിൽ പഠനോത്സവങ്ങൾ സംഘടിപ്പിച്ചു. ഹൃദയപൂർവ്വം പദ്ധതി 7 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി ജൂൺ 3-ന് പകൽ 11 മണിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന വാർഷിക പരിപാടി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെയ്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ അധ്യക്ഷനാവും. CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ, അഡ്വക്കേറ്റ് എം ആരിഫ് MP, എച്ച് സലാം MLA, ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മനു സി പുളിക്കൽ, കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആർ രാഹുൽ, ജില്ലാ സെക്രട്ടറി ജെയിംസ് ശാമുവൽ, ട്രഷറർ രമ്യ നെമടൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MS അരുൺകുമാർ MLA, C ശ്യാംകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും.
ജൂൺ 1, 2, 3 തീയതികളിലായി ജില്ലയിലെ എല്ലാ മേഖലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഹൃദയപൂർവ്വം പദ്ധതിക്ക് പിന്തുണ നൽകിയ ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനായി ഭവന സന്ദർശനം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് ശാമുവൽ, പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം സി ശ്യാംകുമാർ, ആലപ്പുഴ ബ്ലോക്ക് സെക്രട്ടറി ജി ശ്രീജിത്ത് എന്നിവർ ആലപ്പുഴയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. കഞ്ഞിക്കുഴിയിലെ സ്മാർട്ട് അംഗൻവാടി ശ്രദ്ധേയമാകുന്നു. എയർ കണ്ടീഷൻ ചെയ്ത അംഗൻവാടി. ഇവിടെ ഒരുക്കിയിട്ടുള്ള കുട്ടി ലൈബ്രറിയും കുരുന്നുകൾക്ക് വേറിട്ട അനുഭവമാകുന്നു. കാണാം. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 16-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന 39-ാം നമ്പർ സ്മാർട്ട് അംഗൻവാടി നാടിന് മാതൃകയാണ്. എയർ കണ്ടീഷൻ ചെയ്ത അംഗൻവാടി. കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായ ആധുനികമായ ക്രമീകരണങ്ങൾ. കുട്ടിപ്പുസ്തകങ്ങളുടെ കൂമ്പാരമൊരുക്കി കുട്ടി ലൈബ്രറി. കുഞ്ഞു മനസ്സ് മുതൽ തന്നെ പുസ്തകങ്ങളോട് കുട്ടികൾക്ക് ഇഷ്ടം കൂടാനാണ് അംഗൻവാടിയിൽ കുട്ടി ലൈബ്രറി ഒരുക്കിയിട്ടുള്ളത്. കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നുന്ന ചിത്രങ്ങളും കഥകളും കവിതകളും അടങ്ങിയ പുസ്തകങ്ങൾ, പിന്നെ കുറേയേറെ കളിപ്പാട്ടങ്ങളും. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടന്ന ആശയമാണ് സഫലമായതെന്ന് വാർഡ് മെമ്പറും കഞ്ഞിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ പറഞ്ഞു. 14 ലക്ഷം രൂപയെ മൊത്തം ഈ കെട്ടിടത്തിനായുള്ളൂ. അത് ഇവരുടെ എല്ലാവരുടെ ഒരു മാർഗനിർദ്ദേശത്തിലാണ് ഈ കെട്ടിടം പണിതതും. ഉള്ള സൗകര്യങ്ങൾ ഫലപ്രദമായി ഞങ്ങളതങ്ങ് ഉപയോഗിച്ചു. പഞ്ചായത്ത് നന്നായി അംഗനവാടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും മികച്ചതാക്കി മാറ്റണമെന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അംഗനവാടിയിലെ പഠനമല്ല, അവിടെ വരുന്നത് മുതൽ +2 വരെ ഞങ്ങൾ അതിൻ്റേതായ രീതി പഞ്ചായത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അംഗനവാടികളെല്ലാം പഞ്ചായത്തിലെ ഒട്ടുമിക്ക അംഗനവാടികളിലും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കാൻ പഞ്ചായത്ത് പരിശ്രമം. ഇവിടെയുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ചത് കൊടുക്കണമെന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഇപ്പോൾ ഒരുപാട് ഞങ്ങളെ അംഗനവാടിയിലെ അധ്യാപികമാരാണെങ്കിലും അവരൊക്കെ നന്നായി സ്വകാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളോടൊപ്പം കഴിയുന്നത്. നല്ല അന്തരീക്ഷം ഞങ്ങൾക്കിവിടെ ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സ്മാർട്ട് അംഗൻവാടിക്ക് പിന്നിൽ ഏറെ പരിശ്രമമുണ്ടെന്ന് അയൽക്കൂട്ട കൺവീനർ സി സത്യൻ പറഞ്ഞു. നമ്മുടെ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ പുള്ളിയുടെ ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു നല്ലൊരു സ്മാർട്ട് അംഗനവാടി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വാർഡ് വികസന സമിതിയും അയൽക്കൂട്ടവും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ, ടീച്ചറും മറ്റ് നാട്ടിലുള്ള എല്ലാവരും അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് വളരെ നല്ലൊരു സപ്പോർട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊക്കെ ഒട്ടേറെ നല്ല നല്ല കലാപരിപാടികളൊക്കെ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ വളരെ ശോചനീയാവസ്ഥയിൽ കിടന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ വളരെ ഭംഗിയായി അത് നല്ല നല്ല ഉപയോഗമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മുടെ അയൽക്കൂട്ടമൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിനപ്പുറം കുട്ടികളുടെ മാനസിക ശാരീരിക വികാസത്തിന് ഉതകുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളതെന്ന് അംഗൻവാടി അധ്യാപിക ബിന്ദുവും ഹെൽപ്പറായ ഉഷയും പറയുന്നു. എല്ലാ രീതിയിലും ഞങ്ങൾക്ക് നല്ല തൃപ്തിയാണ്. നമ്മുടെ അംഗൻവാടി കുറച്ച് നാളായിട്ട് ഇതായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് ഇത് പണിത് ഇപ്പോൾ ഫെബ്രുവരി 24-ാണ് നമ്മളുടെ ഉദ്ഘാടനം നടന്നത്. അത് വളരെയധികം ഭംഗിയായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് നടന്നത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ, ALMSC നല്ല രീതിയിൽ നമ്മളുടെ ഒരു എഫർട്ടിൻ്റെ ഫലമായിട്ടാണ് ഈ അംഗൻവാടി ഇങ്ങനെ ഉണ്ടായത്. ചിത്രപ്പണികളാൽ അലങ്കൃതമായ അംഗൻവാടി ഏറെ ആകർഷകമാണ്. നിരവധി പേരാണ് പുസ്തകങ്ങളുമായി ഇവിടെ എത്തുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത അംഗൻവാടി നാട്ടിലും ആദ്യമാണ്. ടൈം ന്യൂസ് ചേർത്തല. കനത്ത മഴയിൽ AS കനാൽ കരകവിഞ്ഞൊഴുകി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലും മുട്ടൊപ്പം വെള്ളം. ജനജീവിതം ദുസ്സഹമായി. പഞ്ചായത്ത് അധികൃതരെത്തി വെള്ളം ഒഴുക്കിവിടാൻ നടപടി സ്വീകരിച്ചു. കനത്ത മഴയിൽ AS കനാൽ കരകവിഞ്ഞത് സമീപ മേഖലകളെ വെള്ളത്തിലാക്കി. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 11, 13, 14 വാർഡുകളിലാണ് ദുരിതം കൂടുതൽ. കനാലിൽ നിറയുന്ന ജലം കടലിലേക്ക് ഒഴുകി നീങ്ങുന്നത് പൊന്നാന്തോട്ടിലൂടെയാണ്. 3 കിലോമീറ്ററോളം നീളമുള്ള തോടിൻ്റെ ഭാഗങ്ങൾ കയ്യേറിയ നിലയിലും. ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന ഫാക്ടറിക്ക് വേണ്ടി തോടിന് കുറുകെ പാലം നിർമ്മിച്ചതാണ് ഇപ്പോഴത്തെ ദുസ്ഥിതിക്ക് കാരണമായത്. ജലം ഒഴുകാൻ 2 പൈപ്പുകൾ സ്ഥാപിച്ച ശേഷം ബാക്കി ഭാഗം കോൺക്രീറ്റ് ചെയ്തതാണ് ജലമൊഴുകാൻ തടസ്സമായതെന്ന് നാട്ടുകാർ പറയുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ 14, 13, 11 വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള മഴ പെയ്യുമ്പോഴുള്ള വെള്ളം കേന്ദ്രീകരിക്കുന്ന ഈ AS കനാലിലാണ്. ഈ AS കനാലിൽ വെള്ളം കേന്ദ്രീകരിച്ച് ഇവിടെ നിന്നുള്ള പൊന്നാന്തോട് വഴി പടിഞ്ഞൊട്ടൊഴുകി ഇത് കടലിൽ ചെന്ന് ചേരുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വെള്ളപ്പൊക്കം
അതിശക്തമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ പോലും ഈ തോട്ടിൽ ഇത്രയും വെള്ളം പൊങ്ങിയിട്ടില്ല. പക്ഷെ ഇവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ റെഡിമെയ്ഡ് കാണ നിർമ്മാണം അവിടെ മാരാരിക്കുളം ജംഗ്ഷനിൽ നടക്കുന്നുണ്ട്. അപ്പോൾ മാരാരിക്കുളം ജംഗ്ഷൻ നടക്കുന്ന ആ കാണ നിർമ്മാണ സ്ഥലത്തേക്ക് ഈ പൊന്നാന്തോട് കവർ ചെയ്തിട്ട് വേണം വാഹനങ്ങൾ അപ്പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ആ വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ കോൺട്രാക്ടർമാർ തോടിന് കുറുകെ 2 ചെറിയ പൈപ്പ് ഇട്ടിട്ട് ബാക്കി മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് അടച്ചു കളഞ്ഞു. ആ അടച്ചു കളഞ്ഞുകൊണ്ട് യഥാസമയം കൃത്യമായിട്ട് വെള്ളം ഒഴുകിപ്പോകാത്ത ഒരവസ്ഥ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു ദുരവസ്ഥ ഈ 3 വാർഡുകാർക്കും ഉള്ളത്. കഞ്ഞിക്കുഴി പത്മ ഫൈബർ കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന കയറും കയറുൽപ്പന്നങ്ങളും വെള്ളത്തിൽ മുങ്ങി, യന്ത്രങ്ങളും വെള്ളത്തിലായി. 10 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായി ഫാക്ടറി ഉടമ MG രാജു പറഞ്ഞു. എൻ്റെ കയർ ഫാക്ടറിയാണ്. 10-14ഓളം തൊഴിലാളികൾ പ്രവർത്തിക്കുന്നതാണ്. ഏതാണ്ട് ഒരു 10 ലക്ഷം രൂപയോളം നഷ്ടം വരുന്ന രൂപത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി വെള്ളം മുഴുവൻ വന്ന് നിറഞ്ഞ് മുട്ടപ്പം വെള്ളമായിപ്പോയി. അതിൻ്റെ പ്രധാനപ്പെട്ട മെഷീനുകളെല്ലാം നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ചൈരിയും കയറും ഒക്കെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെയേറെ വിഷമം ആകുന്ന രൂപത്തിലേക്ക് ഇന്നലെ വൈകുന്നേരം ഇന്നുമൊക്കെ ആയിട്ട് ഇവിടുത്തെ ജനങ്ങളാകെ വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസത്തിലും ആയിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവപ്പെട്ട പ്രശ്നമാണ്. കഞ്ഞിക്കുഴി കളിത്തട്ടിന് സമീപം ദേശീയപാതയ്ക്കായി കാണകളും പൈപ്പുകളും നിർമ്മിക്കുന്ന കമ്പനിയിൽ വാഹനങ്ങൾ കയറുന്നതിനാണ് പാലം നിർമ്മിച്ചത്. ഇത് ശാസ്ത്രീയമായി ചെയ്യാതിരുന്നതാണ് വിനയായത്. പാലത്തിന് സമീപത്തുകൂടെ ജലം ഒഴുകിമാറാൻ സംവിധാനം താൽക്കാലികമായി നാട്ടുകാർ മുൻകൈയെടുത്ത് ഒരുക്കിയിട്ടുണ്ട്. പൊന്നാന്തോട്ടിൽ കലുങ്ക് നിർമ്മിച്ചതാണ് പ്രതിസന്ധിക്ക് വഴിയൊരുക്കിയതെന്ന് കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ പറഞ്ഞു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി മിക്കവാറും എല്ലാ വാർഡുകളിലെയും തോടുകളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും 20,000 രൂപ വെച്ച് ഫണ്ട് നേരത്തെ അലോട്ട് ചെയ്ത് മിക്കവാറും വലിയ തോടുകളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട തോടായ പൊന്നാന്തോട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കടലിലേക്ക് ഒഴുകുന്ന തോടാണ്. പഞ്ചായത്തിൻ്റെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ആ തോട് വൃത്തിയാക്കൽ, അതിലും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന പണിയുടെ ഭാഗമായിട്ട് പഞ്ചായത്തിൻ്റെ അനുവാദം പോലും വാങ്ങാതെ ഈ പൊന്നാന്തോട്ടിൽ ഒരു കലുങ്ക് പോലെ സ്ഥാപിച്ച് 2 പൈപ്പിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് വലിയ തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും നല്ല ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് തോട് തന്നെ വഴിമാറ്റി വിട്ടതുകൊണ്ടാണ് കുറേ വെള്ളക്കെട്ട് പരിഹരിക്കാനായിട്ട് കഴിയുന്നത്. പഞ്ചായത്തിൽ അനുവാദം വാങ്ങിയില്ല എന്ന് പറയുമ്പോൾ കളക്ട്രേറ്റിൽ നിന്നും അനുവാദമുണ്ടെന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കലുങ്ക് പോലെ സ്ഥാപിച്ചത്. എന്നാൽ അതിൻ്റെ അടിയിലിട്ടിരിക്കുന്ന പൈപ്പ് വേണ്ടത്ര ജലനിർഗമനത്തിന് ഉപയുക്തമല്ല. അതുകൊണ്ട് തന്നെ ഏറെ പ്രശ്നങ്ങൾ പഞ്ചായത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്നാലേ എല്ലാ വാർഡിലും നടന്ന് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഹിറ്റാച്ച് വെച്ചൊക്കെ ഈ തോടും വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണ്. വെള്ളം ഒഴുകിപ്പോകാൻ താൽക്കാലിക നടപടി സ്വീകരിച്ചെങ്കിലും മഴ ശക്തമായാൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷമായേക്കും. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ, പഞ്ചായത്ത് അംഗം ഫെയ്സി എന്നിവരും സ്ഥലത്തെത്തി വെള്ളം ഒഴുക്കിവിടാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. IMA ചേർത്തല ശാഖയുടെ നേതൃത്വത്തിൽ പുകയില വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് IMA ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. IMA ഇത് ഒരു നോ ടൊബാക്കോ ക്യാമ്പയിൻ ആയിട്ട് നമ്മൾ IMA ചേർത്തല ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യും. അതായത് മോസ്റ്റ്ലി ജൂൺ 30 അതൊരു സോഷ്യൽ മീഡിയ ഡേ ആണ്. അപ്പോൾ അന്നൊരു നമ്മളൊരു ഷോർട്ട് ഫിലിം അതിന് സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി ഒന്ന് റിലീസ് ചെയ്യാൻ പ്ലാനുണ്ട്. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പബ്ലിക് പ്ലേസസിൽ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് അതിനെക്കുറിച്ചുള്ള നമ്മൾ ഒരു പോസ്റ്റേഴ്സ് അത് റെഡിയാക്കി അവിടെ ഒട്ടിക്കാൻ പ്ലാനുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ സ്കൂൾസിൻ്റെ ഒരു 100 മീറ്റേഴ്സ് റേഡിയസിൽ ടൊബാക്കോ വിൽക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ച് അവയർനെസ് ഇപ്പോൾ നമ്മൾ കൊടുക്കും. അതുമാത്രമല്ല, ഹോസ്പിറ്റൽസിൽ നമ്മൾ ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിലായാലും എല്ലാം തേഴ്സ്ഡേ ഈവനിങ് ഇതിനെക്കുറിച്ച് അവയർനെസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഡി അഡിക്ഷൻ വേണ്ടി ടൊബാക്കോ മാത്രമല്ല, അതിൻ്റെ ആൽക്കോഹോൾ എനി സബ്സ്റ്റൻസ് അബ്യൂസ് അതിന് നമ്മൾ അവയർനെസ് ക്ലാസ് കൊടുക്കാറുണ്ട്. അപ്പോൾ IMAയുടെ ഭാഗത്ത് നിന്ന് ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പോസ്റ്റർ ഒട്ടിച്ചും ബോധവൽക്കരണ ക്ലാസുകളും മറ്റും നടത്തി നോ ടൊബാക്കോ ഡേ ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് അടുത്ത മാസം ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുമെന്നും ഡോക്ടർമാർ അറിയിച്ചു.
ഈ വർഷത്തെ തീം പുകയില വ്യാപാര ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ്. ഇതിനുവേണ്ടി ചേർത്തലയിലെ സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകളും മറ്റും നടക്കും. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് പുകയില ഉൽപ്പന്നങ്ങളുടെ കൊണ്ടുനടക്കുന്നവരുടെയും പുകയില വിരുദ്ധ പ്രവർത്തകരുടെയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മുദ്രാവാക്യം ഒന്നാണ്, ക്യാച്ച് ദം യങ്. എളുപ്പത്തിൽ അവർ ഏറ്റവും ചെറുപ്പത്തിൽ പിടിക്കുക. കാരണം ഈ കൗമാര ബാല്യ കാലഘട്ടമാണ് ഈ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള കൂടുതൽ സാഹചര്യങ്ങളുള്ള കാലഘട്ടം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇനി പ്രധാനമായിട്ട് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്ക് പറയുമ്പോൾ 4 പ്രധാനപ്പെട്ട തലങ്ങളിൽ നമുക്ക് പറയാം. ഒന്ന് പ്രൈമോഡിയൽ, അതായത് എല്ലാ റിസ്ക് ഫാക്ടർ വരുന്നതിന് മുമ്പ് തന്നെ, അതായത് ചെറു പ്രായത്തിലെ കൊച്ചുകുട്ടികളെ സ്കൂളിൽ തന്നെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം. 2 ഒരു പ്രൈമറി പ്രിവെൻഷൻ, അതായത് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് നമുക്ക് നമ്മുടെ ജീവിതശൈലി രോഗനിയന്ത്രണ ക്ലിനിക്കുകൾ അല്ലെങ്കിൽ പൊതു തലത്തിൽ നമുക്ക് ബോധവൽക്കരണം അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പറയാം. രണ്ടാമത്തത് സെക്കൻഡറി, അതായത് ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ. ട്രീറ്റ്മെൻറ്റ് സംബന്ധമായി ഇപ്പോൾ ആരോഗ്യവകുപ്പ് കൂടുതലും നമുക്കിപ്പോൾ നമ്മുടെ ഡെൻ്റൽ യൂണിറ്റുകൾ വഴി ഇതിൻ്റെ കൗൺസിലിംഗ് സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജില്ലയിലും എല്ലാ ഡെൻ്റൽ യൂണിറ്റുകളിലും ഇതിൻ്റെ കൗൺസിലിംഗ് സംവിധാനങ്ങളുണ്ട്. ഒപ്പം തന്നെ തുടർന്ന് ചികിത്സ വേണ്ടവരെ നമ്മൾ പൾമോളജി, ശ്വാസകോശ രോഗ വിഭാഗം അല്ലെങ്കിൽ സൈക്യാട്രി വിഭാഗങ്ങളിലൂടെ നമുക്ക് അതിൻ്റെ ചികിത്സകൾ നമുക്ക് ലഭ്യമാക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ചേർത്തല താലൂക്ക് ആശുപത്രിയിലും നമുക്ക് ഡെൻ്റൽ യൂണിറ്റ് വഴി ഇതിൻ്റെ കൗൺസിലിംഗ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സൈക്യാട്രി സംവിധാനം ചികിത്സകളും അവിടെ ലഭ്യമാകുന്നുണ്ട്. മെയ് 31 വേൾഡ് നോ ടുബാക്കോ ഡേ ആയിട്ട് ആചരിക്കുന്നു. പുകയില ഉപയോഗത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും അത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളായ ക്യാൻസർ, ഹൃദ്രോഗം, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയെക്കുറിച്ചും മറ്റും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും ഡോക്ടർമാർ പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ഇക്കൊല്ലത്തെ NV പ്രഭു മെമ്മോറിയൽ അവാർഡ് പ്രഖ്യാപിച്ചു. പത്രപ്രവർത്തകനുള്ള അവാർഡ് മലയാള മനോരമയിലെ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബിനും MBBSന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിക്കുള്ള അവാർഡ് ലിയ സണ്ണിക്കും ലഭിച്ചു. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ്റെയും NV പ്രഭു മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെയും സംയുക്ത നേതൃത്വത്തിലാണ് അവാർഡ് നൽകുന്നത്. നമ്മളെ NV പ്രഭു പത്രപ്രവർത്തന അവാർഡ് മലയാള മനോരമയുടെ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ ഉപരി കേരളത്തിലെ ഏറ്റവും പ്രതിഭാധനനായ പത്രപ്രവർത്തകനാണ് ശ്രീ തോമസ് ജേക്കബിന് നൽകുന്നു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഒരു ഫലകവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് NV പ്രഭു മെമ്മോറിയൽ ട്രസ്റ്റും സീനിയർ കേരള ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായാണ്. ഈ 2 സംഘടനകളും സംയുക്തമായി ചേർന്നുകൊണ്ട് പ്രതിനിധികളടങ്ങുന്ന ഒരു സമിതി, കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഈ അവാർഡ് നിർണയ അതുപോലെ സമ്മാനിക്കൽ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. സംയുക്താഭിമുഖ്യത്തിലാണ്. അദ്ദേഹം ശ്രീ NV പ്രഭു ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകനാണ്, നിങ്ങൾക്കറിയാം. അത് മുൻനിർത്തി ഒരു ക്യാഷ് അവാർഡ്, അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഒരു ക്യാഷ് അവാർഡ് അവിടുത്തെ ഒരു വിദ്യാർത്ഥിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ MBBSന് ഏറ്റവും ഫൈനൽ എക്സാമിനേഷനിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ കുട്ടിക്ക് 5,000 രൂപയുടെ ക്യാഷ് അവാർഡ് ജൂൺ 16 YMCA ഹാളിൽ ചേരുന്ന ചടങ്ങിൽ സമ്മേളനത്തിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇതിൽ സമ്മാനദാനം നിർവഹിക്കും. ഈ അവാർഡ് ദാനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏതെങ്കിലും പ്രഗത്ഭ നദികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു അനുസ്മരണ പ്രസംഗം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കുറി അത് G. സുധാകരനാണ് നിർവഹിക്കുന്നത്. ഈ വർഷത്തെ NV പ്രഭു പത്രപ്രവർത്തന അവാർഡിന് മുതിർന്ന പത്രപ്രവർത്തകനും മലയാള മനോരമയുടെ മുൻ എഡിറ്റോറിയൽ ഡയറക്ടറുമായ തോമസ് ജേക്കബിനെ തിരഞ്ഞെടുത്തു. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിക്കുള്ള NV പ്രഭു സ്മാരക ക്യാഷ് അവാർഡ് കഴിഞ്ഞ MBBS പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിച്ച കുമാരി ലിയ സണ്ണിക്ക് നൽകും. കോട്ടയം മാന്നാനം A. കളയത്തിങ്കൽ സണ്ണി ജോസഫിൻ്റെ മകളാണ്. പ്രഗത്ഭ പത്രപ്രവർത്തകനും ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകനുമായ NV പ്രഭുവിൻ്റെ സ്മരണയ്ക്കായാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത്. ജൂൺ 16 ആലപ്പുഴ YMCA ഹാളിൽ ചേരുന്ന സമ്മേളനത്തിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും NV പ്രഭു മെമ്മോറിയൽ ട്രസ്റ്റും ചേർന്നാണ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇരു പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ അംഗങ്ങളായ സംയുക്ത സമിതിയാണ്
പുരസ്കാര നിർണയ നടപടികൾ നിർവഹിച്ചത്. തോമസ് ജേക്കബ് മലയാള പത്രപ്രവർത്തനത്തിന് ജനകീയതയുടെയും ആധുനികവൽക്കരണത്തിനും പുതിയ ദിശാബോധം പകർന്ന മഹാപ്രതിഭയാണെന്ന് അവാർഡ് നിർണയിച്ച സമിതി വിലയിരുത്തി. 1960 മലയാള മനോരമയിൽ എത്തിയ അദ്ദേഹം 56 വർഷം അവിടെ പ്രവർത്തിച്ചു. ഈ കാലയളവിനുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമേറിയ പ്രാദേശിക പത്രം എന്ന ബഹുമതിയിലേക്ക് മലയാള മനോരമ ഉയർന്നതിൽ അദ്ദേഹം നൽകിയ സേവനം പത്രലോകത്തിനാകെ മാതൃകയും പ്രചോദനവുമാണ്. കേരളത്തിലെ 2 തലമുറയിലെങ്കിലും മാധ്യമ പ്രവർത്തകർക്ക് ഗുരുസ്ഥാനീയനാണ് തോമസ് ജേക്കബ്. ഈ രംഗത്തെ അദ്ദേഹത്തിൻ്റെ അധ്യാപന മികവ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. മികച്ച കോളമിസ്റ്റും ഗ്രന്ഥകർത്താവും കൂടിയാണ് തോമസ് ജേക്കബ്. ടൈനൂസ്, ആലപ്പുഴ. പാർലമെന്റേറിയനും എഴുത്തുകാരനും മികച്ച വാഗ്മിയുമായിരുന്ന MB വീരേന്ദ്രകുമാറിന് സ്മരണാഞ്ജലി. MB വീരേന്ദ്രകുമാർ ഓർമ്മയായിട്ട് 4 വർഷം തികയുന്നു. അമ്പലപ്പുഴയിൽ നടന്ന അനുസ്മരണ സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. RJD SC/ST സെന്റർ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വീരസ്മൃതി അനുസ്മരണം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യം നോക്കിയാലും പരിസ്ഥിതി സംരക്ഷകനാണ്. അതിനുവേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്നയാളാണ്. പിന്നോക്ക ദളിത് വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ നോക്കിയാൽ ആ ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി ശക്തമായി നിലകൊള്ളുന്നയാളാണ്. സാഹിത്യ മേഖലയിൽ അദ്ദേഹം സംഭാവന നോക്കിയാൽ അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു ചാരുത നോക്കിയാൽ പ്രഭാഷകനാണ്. എല്ലാ നിലയും അത്രത്തോളം ശ്രദ്ധേയമായി ഏതെല്ലാം നിലയിൽ ഒരാളെ നമ്മൾ വീക്ഷിച്ചാലും ആ വീക്ഷണകോണിൽ നിന്നാണ് അതിലെല്ലാം ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വമായി അദ്ദേഹത്തിന് വ്യക്തിത്വം കാണാം. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തിപ്പോൾ സാംസ്കാരിക മേഖലയിൽ ഒരു പ്രഭാഷണത്തിനായി പഴയ കേരളത്തിൽ ആൾക്കാരെ വിളിക്കുമ്പോൾ അതിൻ്റെ മുൻനിരയിൽ നോക്കിയാൽ EMS ഉണ്ടാവും, P. ഗോവിന്ദപിള്ള ഉണ്ടാവും, MB വീരേന്ദ്രകുമാർ ഉണ്ടാവും. അതൊരു സാഹിത്യ രംഗത്ത് അത്രത്തോട് ഈടിട്ട സംഭാവന അദ്ദേഹത്തിൻ്റെ പുസ്തക രൂപത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അമ്പലപ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ RJD SC/ST സെന്റർ സംസ്ഥാന പ്രസിഡന്റ് EK സജിത് കുമാർ അധ്യക്ഷനായി. RJD സംസ്ഥാന സെക്രട്ടറി A. റബിജ, ഗിരീഷ് ഇലഞ്ഞിമേൽ, M. മനു, കുഞ്ഞൻ ശശി, VKP രവീന്ദ്രൻ, ജമാൽ പള്ളാത്തുരുത്തി, R. ഉഷാകുമാരി, സ്മിത S. മുണ്ടകത്തിൽ, ബിജു ചരുവുപുരയിടം എന്നിവർ സംസാരിച്ചു. മോഹൻ C. അറവുന്തറ സ്വാഗതം പറഞ്ഞു. SSLC +2 ഉന്നത വിജയികൾക്ക് അനുമോദനവും നൽകി. ടൈനൂസ്, അമ്പലപ്പുഴ. മാരാർകുളം റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ഷെഡില്ലാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മഴ നനഞ്ഞു വേണം യാത്രക്കാർ ട്രെയിനിലേക്ക് കയറാൻ. പ്രതിഷേധവുമായി നാട്ടുകാർ. മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ കുടയെടുക്കാൻ മറക്കരുത്. പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ മഴ വന്നാൽ നനഞ്ഞു കുളിക്കുകയേ മാർഗമുള്ളൂ. കയറി നിൽക്കാൻ വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്തതിനാൽ ട്രെയിനിൽ വരുന്നവരും പോകുന്നവരുമെല്ലാം നനഞ്ഞു കുളിച്ചാണ് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിലേക്ക് ഓടുന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരിടത്ത് വെയിറ്റിംഗ് ഷെഡ് ഉള്ളത് അല്പം ആശ്വാസമാണെങ്കിലും മറ്റു ഭാഗങ്ങളിൽ കയറി നിൽക്കാൻ ഇടമേയില്ല. ആയിരക്കണക്കിന് യാത്രക്കാർ എത്തിച്ചേരുന്ന സ്റ്റേഷനിൽ ഓവർബ്രിഡ്ജ് വേണമെന്ന ആവശ്യവും ഉയരുകയാണ്. സ്റ്റേഷനിൽ യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്നാണ് യാത്രക്കാരുടെ പ്രധാന ആവശ്യം. മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ 2-ാമത്തെ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർക്ക് നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല. മഴ വരുന്ന സമയത്ത് മഴ നനഞ്ഞ് കുളിച്ചുകൊണ്ടാണ് ആൾക്കാർ ട്രെയിനിൽ കയറുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരണമെങ്കിൽ ഒരു മേൽപ്പാലമില്ല. ഇതൊക്കെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ജനപ്രതിനിധികൾ ആരും തന്നെ ഇത് ശ്രദ്ധിക്കുന്നില്ല. ടൈനൂസ്, മാരാരിക്കുളം. മുഹമ്മദ് കായ്പുറം ആസാദ് സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രഥമാധ്യാപിക വിമല ടീച്ചർക്കും ജീവനക്കാരൻ ചന്ദ്രനും യാത്രയപ്പ് നൽകി. PTA കമ്മിറ്റിയാണ് യാത്രയപ്പ് ഒരുക്കിയത്. ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ സ്ഥിരീകരിച്ചു. ആലപ്പുഴ നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് കഴിഞ്ഞ ദിവസം മലേറിയ സ്ഥിരീകരിച്ചത്. ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവ് 2 ആഴ്ച മുൻപാണ് ലക്നൌവിൽ നിന്നും ആലപ്പുഴയിലെത്തിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ മേൽനോട്ടത്തിൽ ചികിത്സ ആരംഭിച്ചു. നൈജീരിയയിൽ നിന്നും നാട്ടിലെത്തിയ ചെങ്ങന്നൂർ പുലിയൂർ സ്വദേശിയായ യുവാവിന് 2 ദിവസം മുമ്പ് മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. നൈജീരിയയിൽ നിന്നാണ് മലേറിയ ബാധിച്ചതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു.
വീട്ടിലുള്ളവർക്കോ അയൽവാസികൾക്കോ രോഗബാധയില്ല. യുവാവ് ജില്ലയ്ക്ക് പുറത്തുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ രാജ്യങ്ങളിൽ നിന്നോ എത്തുന്നവരിൽ മാത്രമാണ് കേരളത്തിൽ മലേറിയ ബാധ കണ്ടെത്തുന്നതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മഴ ശക്തി പ്രാപിച്ചതോടെ പകർച്ചവ്യാധികളും പടരുകയാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 1015 പേരാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയെത്തിയത്. സ്വകാര്യ ആശുപത്രികളിലെ കണക്കുകൾ കൂടി ചേരുമ്പോൾ പനി ബാധിച്ച് ചികിത്സ തേടിയവരുടെ എണ്ണം ഇരട്ടിയിലേറെയാകും. 3 ദിവസത്തിനിടെ 7 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ എലിപ്പനി പടരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. 3 ദിവസത്തിനിടെ 4 പേരാണ് എലിപ്പനി ലക്ഷണങ്ങളുമായി ആശുപത്രിയിലെത്തിയത്. മലിനമായ മണ്ണിലും വെള്ളക്കെട്ടിലും എലിപ്പനിയുടെ രോഗാണുക്കൾ ഉണ്ടാകാമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. ശരീരത്തിലെ നേർത്ത മുറിവുകളിലൂടെ ഇവ ശരീരത്തിൽ പ്രവേശിച്ച് എലിപ്പനിക്ക് കാരണമാകും. മലിനമായ ജലവുമായും മണ്ണുമായും സമ്പർക്കത്തിൽ വരുന്ന പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഗംബൂട്ട്, കയ്യുറ എന്നിവ ധരിക്കണം. വെള്ളക്കെട്ടിൽ ഇറങ്ങിയവരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ടൈനൂസ് ആലപ്പുഴ. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും വിരമിക്കുന്നവർക്ക് ചേർത്തലയിൽ യാത്രയയപ്പ് ഒരുക്കി. സഹപ്രവർത്തകർ ചേർന്നാണ് യാത്രയയപ്പ് നടത്തിയത്. മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് പ്രോജക്റ്റ് ഓഫീസർ ഡോക്ടർ PD കോശിക്കും ചേർത്തല അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ സതീഷ് കുമാറിനും യാത്രയയപ്പ് സമ്മേളനത്തിൽ ഡോക്ടർ MK ബിനു അധ്യക്ഷനായി. ഡോക്ടർ S ജയശ്രീ, ധന്യ P, G തോമസ്, സെറീന, രാമക്കമ്മത്ത്, ബിനു മാത്യു, MKR പണിക്കർ, ഡോക്ടർ പ്രേംകുമാർ, ഡോക്ടർ ജോർജ് വർഗീസ്, P ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ ചേർത്തലയുടെ ചരിത്രങ്ങളിൽ വെച്ച് ഇങ്ങനെ ഒരു യാത്രയപ്പ് സമ്മേളനം നടന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ സ്തംഭിച്ചു പോയിരിക്കുകയാണ്. കാരണം ഇതിനെ എനിക്ക് ഒറ്റവാക്കിനെ നിർവചിക്കുന്നത് കഴിയില്ല. അവിസ്മരണീയം, അവർണ്ണനീയം, അവാച്യം. ടൈനൂസ് ചേർത്തല. കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. H സലാം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ CITUവിൻ്റെ ആഭിമുഖ്യത്തിൽ വിരമിച്ച ജീവനക്കാർക്ക് യാത്രയയപ്പും SLC+2 വിജയികൾക്ക് അനുമോദനവും നൽകി. B ശശികുമാർ, C മണി, CK ശോഭ, ശ്രീദേവിയമ്മ, സുസമ്മ, സരസ്വതി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. H സലാം MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ ഡയറക്ടർ നമ്മുടെ പ്രദേശത്തുകാരൻ കൂടിയാണ്. സ്വാഭാവികമായും ഒരു തൊഴിലാളി വിഭാഗത്തിന് താല്പര്യം ഉയർത്തിപ്പിടിക്കാനുള്ള മനസ്സ് മാത്രമുള്ളതാണ്. കാരണം ഓമനക്കുട്ടനാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാം ഞങ്ങളെല്ലാം ജീവിച്ചു വളർന്നു വന്നത് ഏറ്റവും സാധാരണ തൊഴിലാളി കുടുംബത്തിലാണ്. പറവൂരിലെ കൺസ്യൂമർ ഫെഡ് റീജിയണൽ ഓഫീസിന് സമീപം ചേർന്ന പരിപാടിയിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് S സുരേഷ് അധ്യക്ഷനായി. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ A ഓമനക്കുട്ടൻ, അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കുരുവിള C മാത്യു, സംസ്ഥാന കമ്മിറ്റി അംഗം K മിനിമോൾ, CITU ഏരിയ പ്രസിഡന്റ് VK ബൈജു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി C ജയശ്രീ, റീജിയണൽ മാനേജർ P സുനിൽ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി A അജയകുമാർ സ്വാഗതം പറഞ്ഞു. ടൈനൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. ഹരിപ്പാട് തെരുവ് നായയുടെ ആക്രമണത്തിൽ പേവിഷബാധയേറ്റ 8 വയസ്സുകാരൻ മരിച്ച സംഭവം ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് ആരോപണം. തെരുവ് നായയുടെ ആക്രമണത്തിൽ നിന്ന് സൈക്കിൾ യാത്രക്കാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തെരുവ് നായ 8 വയസ്സുള്ള ദേവനാരായണനെ ആക്രമിച്ചത്. അരൂരിലെ വാഹനാപകടം മനഃപൂർവ്വം കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് കണ്ടെത്തൽ. അരൂക്കുറ്റി സ്വദേശികളായ 2 യുവാക്കൾ റിമാൻഡിലായി. മാമ്പുഴക്കരിയിൽ വയോധികൻ ആറ്റിൽ വീണ് മരിച്ചു. കൊമരത്തുശ്ശേരി 89 വയസ്സുള്ള പുരുഷോത്തമനാണ് മരിച്ചത്. DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതി 8ാം വർഷത്തിലേക്ക്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉച്ചഭക്ഷണ വിതരണം ആരംഭിച്ചത് 2017. ജൂൺ 3-ന് വാർഷിക പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ. കഞ്ഞിക്കുഴിയിലെ സ്മാർട്ട് അംഗൻവാടി ശ്രദ്ധേയമാകുന്നു. എയർ കണ്ടീഷൻ ചെയ്ത അംഗൻവാടിയിൽ സജ്ജമാക്കിയ കുട്ടി ലൈബ്രറിയും കുരുന്നുകൾക്ക് വേറിട്ട അനുഭവം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.